ബാക്ക് ആക്നെ മുഖക്കുരു പോലെ തന്നെ ഡിസ്റ്റർബിംഗ് ആണ് ബാക്ക് ആക്നെ. മുഖക്കുരു തുടങ്ങുന്ന അതേ ഏജിലായിരിക്കും ബാക്ക് ആക്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 12-14 വയസ്സിൽ. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ആയിരിക്കും. അതായത് ടെസ്റ്റോസ്റ്റിറോൺ ഔട്ട്ബേസ്റ്റ്, പ്രഗ്നൻസി, മെൻസ്ട്രൽ സൈക്കിൾ, PCOD ഉള്ളവർക്കൊക്കെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ദാറ്റ് ക്യാൻ വേഴ്സൺ ദ ബാക്ക് ആക്നെ. സെക്കൻഡ് തിങ് ഇസ് ദ ഓവർ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. പ്രിപ്യൂണി ബാക്ടീരിയത്തിന്റെ ഓവർ ഗ്രോത്ത് കാരണം ഒരുപാട് ബാക്ക് ആക്നെ ഉണ്ടായേക്കാം. തേർഡ് തിങ് സ്പോർട്സിന്റെ ഒക്ലൂഷൻ. മുഖത്തുള്ള ഫൈൻ ഹെയർ ഫോളിക്കിൾസിൽ ഒക്ലൂഷൻ വന്നാൽ ദാറ്റ് ക്യാൻ ഓൾസോ കോസ് ബാക്ക് ആക്നെ. നെക്സ്റ്റ് വൺ ഇസ് എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ. ലാസ്റ്റ് വൺ ഇസ് ഫ്രിക്ഷൻ ആൻഡ് പ്രഷർ. ടൈറ്റ് ക്ലോത്ത് ധരിക്കുന്നവരിലും ഒരുപാട് വിയർക്കുന്നവരിലും ബാക്ക് ആക്നെ കാണാറുണ്ട്. ബാക്ക് ആക്നെ പല തരത്തിലാണുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ആയിരിക്കും കാണുന്നത്. ചിലർക്ക് എന്നാൽ അടുത്തൊരു സ്റ്റേജ് ആയിട്ട് ചുമന്നിട്ടുള്ള ഒരുപാട് നോഡ്യൂൾസ് കാണാം. ഇവിടെ പക്ഷേ പസ് പോയിന്റ്സ് കാണില്ല. അടുത്ത സ്റ്റേജിൽ നമുക്ക് ചുമന്ന നല്ല വേദനയുള്ള സിസ്റ്റ് വിത്ത് പസ് പോയിന്റ്സ് ആയിരിക്കും കാണുന്നത്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. അതായത് സ്ഥിരമായി ബാക്ക് ആക്നെ വരുന്നവർക്ക് അവിടെ സ്കാറിങ്ങും കറുത്ത പാടുകളും വീഴാനുള്ള ചാൻസ് ഉണ്ട്. വാട്ട് വി ക്യാൻ ഡു ടു പ്രിവെന്റ് ദിസ്? ഡെയിലി സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡിന്റെ ബോഡി വാഷ് കൊണ്ട് വാഷ് ചെയ്യുക. അത് എക്സസ് സിബം റിമൂവ് ചെയ്യാനും ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് തിങ്, എപ്പോഴും ലൂസ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ലൂസ് ഡ്രസ്സ് ധരിക്കുക. തേർഡ്, ഒരുപാട് വിയർക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ കുളിക്കുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ്, പില്ലോ കവറൊക്കെ വീക്ക്ലി വൺസ് ചേഞ്ച് ചെയ്യണം. ഇങ്ങനെ നമ്മൾ പേഴ്സണൽ ഹൈജീനും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ബാക്ക് ആക്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നല്ല സിവിയർ ആയിട്ടുള്ള പസ്റ്റ്യൂൾസ് അല്ലെങ്കിൽ നൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആന്റിബയോട്ടിക്സ് കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രേഡ് 1 ഒക്കെ ആണെങ്കിൽ വി ക്യാൻ ഗീവ് ക്ലിൻഡാമൈസിൻ ബോഡി സ്പ്രേ ട്വൈസ് ഡെയിലി വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ നമ്മൾ കരുതൽ എടുത്തിട്ടും ഇഫ് യു ഹാവ് പെർസിസ്റ്റന്റ് ബാക്ക് ആക്നെ, കൈൻഡ്ലി വിസിറ്റ് യുവർ ഡെർമറ്റോളജിസ്റ്റ്.